ഹലോ, ഇന്നൊരു പർച്ചേസിങ് വീഡിയോ ആയാലോ? കുറച്ച് ഗ്രോസറി പർച്ചേസും പിന്നെ നമ്മുടെ റിച്ചുകുട്ടൻ്റെ സ്കൂളിൽ തുറക്കാറായതിൻ്റെ പ്രമാണിച്ച് കുറച്ച് അവന് വേണ്ടുന്ന സാധനങ്ങൾ, ബെഡ്ഷീറ്റ്, യോഗ മാറ്റ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ മേടിക്കാനായിട്ട് ഞങ്ങളിന്ന് ഇറങ്ങിയതാണ്. റിച്ചുകുട്ടൻ പ്രീ സ്കൂളിലേക്ക് ആയിട്ടേ ഉള്ളൂ. ഫസ്റ്റ് ടൈമാണ് അവൻ പ്രീ സ്കൂളിലേക്ക് പോകുന്നത്. ഇതിനു മുമ്പ് നഴ്സറി പോകുമായിരുന്നു. അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് അപ്പോൾ ടീച്ചർ ഒരുപാട് ലിസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പകുതിയോളം നമ്മൾ മേടിച്ചു. വാട്ടർ ബോട്ടിൽ, ടിഫിൻ ബോക്സ് എല്ലാം ഓൾറെഡി പോലീസ് ക്യാൻറ്റീനിൽ അവിടെ തൈക്കാട് നടന്നതിൽ പോയപ്പോഴത്തേക്കും ഓൾറെഡി നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി യോഗ മാറ്റ്, അതുപോലെ ബെഡ്ഷീറ്റ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, ഫുഡിന് വേണ്ടിയിട്ടുള്ള ടവല്, അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞങ്ങളൊന്ന് വന്നത്. പോകുന്ന വഴിക്ക് ആനയുടെ ടിഫിൻ ബോക്സ് കണ്ട അവൻ അവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തു. എന്നിട്ട് അതൊക്കെ എടുത്തൊന്ന് നോക്കുമായിരുന്നു. അപ്പോൾ ഈ ടിഫിൻ ബോക്സ് കൊള്ളാം, ബിക്കോസ് അത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ കറി വെക്കാനൊക്കെ ആയിട്ട് 2 അറകളൊക്കെ ആയിട്ടുണ്ട്. സോ അത് നല്ലൊരു ബോക്സ് ആയിരുന്നു. പക്ഷേ ഓൾറെഡി അവന് പുതിയത് മേടിച്ചത് കൊണ്ട് തന്നെ നമ്മളിത് വാങ്ങിയില്ല, തിരിച്ചങ്ങ് വെച്ചു. അവൻ ആനയുടെ തന്നെ ടിഫിൻ ബോക്സ്, അവൻ സ്നാക്ക് ബോക്സ് ഒക്കെ ആനയുടെ എല്ലാം മേടിച്ചു. ബാഗ് ഉൾപ്പെടെ ആനയുടെയാണ്. അപ്പോൾ അതുകൊണ്ട് വരത്തില്ല. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് നടന്നു പോയപ്പോൾ യോഗ മാറ്റ് കണ്ടു. യോഗ മാറ്റ് ഒരെണ്ണം വേണം. ഓൾറെഡി എനിക്ക് ഒരെണ്ണം ഉണ്ട്, അത് പക്ഷേ കുറച്ച് വലുതാണ്. ഇത് കുറച്ചും കൂടെ ചെറിയൊരു മോഡലാണ്. അങ്ങനെ പിന്നെ അതെടുത്തു. പിന്നെ ഞങ്ങൾ കുറച്ച് മാറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് ടിഫിൻ, അവൻ ലഞ്ച് ബോക്സ് സ്റ്റീലിൻ്റെതൊന്ന് നോക്കാമെന്ന് കരുതി. പക്ഷേ സ്റ്റീലിൻ്റെത് കുട്ടികൾക്ക് ഇച്ചിരി പാടായിരിക്കും. അവർക്ക് ഈ സൈഡ് ഓപ്പണിംഗ് ഒക്കെ വരുന്ന ക്ലിപ്പൊക്കെ ആകുമ്പോഴത്തേക്കും ഇവർക്ക് ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമായിരിക്കും. അങ്ങനെ പിന്നെ അത് മേടിച്ചില്ല, ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടിങ്ങ് പോന്നു. പിന്നെ എന്തെങ്കിലും അല്ലറ ചില്ലറ സാധനങ്ങൾ വാങ്ങാനുണ്ടോ എന്ന് നോക്കിയതാണ്. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ താഴെ പോയിട്ട് കുറച്ച് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു. മാംഗോ ഫസ്റ്റ് നടക്കുന്നതുകൊണ്ട് തന്നെ രാമചന്ദ്രനിൽ ഒരുപാട് മാംഗോസിൻ്റെ ഓഫർ പ്രൈസിൽ അവർ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അതിൽ നിന്ന് ഓരോ വെറൈറ്റീസ് ആയിട്ട് എടുത്തു. പിന്നെ വെജിറ്റബിൾസ് ഒക്കെ ആയിരുന്നു മേടിച്ചത്. നമ്മൾ എല്ലാ ആഴ്ചയിലും വെജിറ്റബിൾ പർച്ചേസ് ചെയ്യാറുണ്ട്. ഒരാഴ്ചത്തേക്കുള്ള വെജിറ്റബിൾ ഒന്നിച്ചാണ് മേടിച്ച് വയ്ക്കുക. അതാണ് നമുക്ക് കുറച്ചും കൂടെ എളുപ്പം. റിച്ചുട്ടൻ എല്ലാ സാധനങ്ങളും പറക്കിയെടുത്ത് ശേഷം ബാസ്ക്കറ്റിലൊക്കെ കൊണ്ടിടുമായിരുന്നു. ഞങ്ങളെപ്പോഴും ഇവിടെ വന്നു കഴിഞ്ഞാൽ കൊക്കോനിയോടെ ഓയിലാണ് എടുക്കുന്നത്. നല്ല പ്യുവർ കോക്കനട്ട് ഓയിൽ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ എപ്പോഴും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് എടുക്കുന്നത് കൊക്കോനിയോടെ കോക്കനട്ട് ഓയിലാണ്. പിന്നെ ഞങ്ങൾ കുറച്ച് വെജിറ്റബിൾസൊക്കെ മേടിച്ച് ബില്ലടിക്കാനായിട്ട് അവിടെ ചെന്നപ്പം ആസ് യൂഷ്വൽ അവൻ തന്നെ എല്ലാം എടുത്തു വെച്ച് കൊടുത്തു. അവൻ തന്നെ ബില്ലടിച്ച് മേടിക്കുകയൊക്കെ ആയിരുന്നു. ആശാനെ സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര പിണക്കാണ്. ഇതൊക്കെ എടുക്കാനും ബില്ലടിക്കാനും ഒക്കെ അവനെ സമ്മതിക്കണം. ഇല്ലയെന്നുണ്ടെങ്കിൽ പിണങ്ങും. അങ്ങനെ ഓരോന്നായിട്ട് അവൻ തന്നെ എടുത്ത് അവിടെ വെച്ചൊക്കെ കൊടുക്കുമായിരുന്നു. അവിടെ ഇരിക്കുന്നവരതുകൊണ്ട് ഭയങ്കര കൂട്ടാവനുമായിട്ട്. നമ്മളെല്ലാ ആഴ്ചയിലും അവിടെ തന്നെ പോവുക. അപ്പോൾ അങ്ങനെ ഓരോ സാധനങ്ങളായിട്ടൊക്കെ എടുത്ത് വെച്ച് നമ്മൾ ബില്ലൊക്കെ അടിച്ചു. ഇനിയിപ്പം നമ്മൾ ഇവിടുന്ന് അങ്ങ് ഇറങ്ങുവാണ്. അങ്ങനെ ഈ അടുത്ത വരുന്ന ആഴ്ചത്തേക്കുള്ള പർച്ചേസ് എല്ലാം ഇവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും കാണാം. അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ.